മിന്നാരം, കാബൂളിവാല, കിലുക്കം, ദേവാസുരം, സ്ഫടികം, ജോണി വാക്കർ, കൗരവർ, ധ്രുവം, ഹിറ്റ്ലർ, പൈതൃകം. ഈ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ നാം ഓർക്കുന്നത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം കൂടിയാണ്. 1980കളിൽ തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മലയാളത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. സത്യത്തിൽ ആ ചിത്രത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ചത് സംഗീത ലോകത്തെ ഒരു രാജാവിനെ തന്നെയായിരുന്നു. SP വെങ്കിടേഷ്. മോഹൻലാൽ എന്ന നടനെ സൂപ്പർ താര സിംഹാസനത്തിൽ ഇരുത്തുന്നതിൽ വെങ്കിടേഷിന്റെ BGMകൾ വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറമാണ്. മിന്നാരത്തിലെ ആർദ്രമായ ഈണങ്ങൾ ഇന്നും മലയാളിയുടെ ഹൃദയമിടിപ്പാണ്. നിലാവേ മായുമോ എന്ന പാട്ടിലെ വിരഹം വെങ്കിടേഷിന്റെ സംഗീതമില്ലാതെ സങ്കല്പിക്കാൻ പോലുമാകില്ല. അതുപോലെ തന്നെ കാബൂളിവാല എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നമുക്ക് നൽകിയ ആ പഴയ കാലത്തിന്റെ മണമുള്ള ഈണങ്ങൾ എത്രമാത്രം ആഴമുള്ളതായിരുന്നു. പൈതൃകം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നേടിയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശാസ്ത്രീയ സംഗീതത്തെ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയ വൈവിധ്യമാർന്ന പ്രതിഭയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഇവ കൂടാതെ എത്രയെത്ര അനശ്വരമായ സൃഷ്ടികൾ. കിലുക്കത്തിലെ ഊട്ടിപ്പട്ടണം, മേലെ മേലെ വാനം, കൗരവരിലെ മുത്തുമണി തൂവൽ തരാം, ദേവാസുരത്തിലെ വന്ദേ മുകുന്ദഹരേ എന്ന പശ്ചാത്തല സംഗീതം, സ്ഫടികത്തിലെ ഏഴുമല പൂഞ്ചോല എന്നിങ്ങനെ മലയാളിയുടെ ചുണ്ടിൽ ഇന്നും തത്തിക്കളിക്കുന്ന ഓരോ ഈണവും വെങ്കിടേഷ് എന്ന പ്രതിഭയുടെ കയ്യൊപ്പാണ്. ജോണി വാക്കറിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം ഒരു തലമുറയുടെ പ്രണയഗീതമായി മാറി. ധ്രുവത്തിലെ തുമ്പിപ്പെണ്ണെ എന്ന ഗാനമാകട്ടെ ഗ്രാമീണ സൗന്ദര്യത്തെ സംഗീതത്തിൽ ആവാഹിച്ച ഒന്നായിരുന്നു. മാനർമത്തായി സ്പീക്കിംഗ്, മാന്ത്രികം, സോപാനം, ധ്രുവം തുടങ്ങി 150ലധികം സിനിമകൾ. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഒരു പ്രത്യേക താളമുണ്ടാക്കിയ ചിത്രങ്ങൾ. അത് വയലിനുകളുടെ അകമ്പടിയോടെ ഹൃദയത്തിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്നവയായിരുന്നു. ഒരു വശത്ത് തിയേറ്ററുകളിൽ ഹരം കൊള്ളിക്കുന്ന മാസ് BGMകളും മറുവശത്ത് കണ്ണു നനയിക്കുന്ന ഈണങ്ങളും അദ്ദേഹത്തിന് ഒരേപോലെ വഴങ്ങി. ശരീരം വിടവാങ്ങിയാലും മലയാളിയുടെ ഓരോ പ്രണയത്തിലും വിരഹത്തിലും ആഘോഷത്തിലും SP വെങ്കിടേഷ് എന്ന നാമം ഈണങ്ങളിലൂടെ എന്നും ജീവിക്കും. ആ സംഗീത സിംഹാസനം എന്നും നിങ്ങളുടേത് മാത്രമായിരിക്കും. നിങ്ങൾ മീട്ടിയ വയലിൻ തന്ത്രികളിലെ ഓരോ കമ്പനവും വരും തലമുറകൾക്ക് സംഗീതത്തിന്റെ പാഠപുസ്തകമായി മാറും. തിയേറ്ററിലെ ആവേശം പശ്ചാത്തല സംഗീതം കൊണ്ട് ഇരട്ടിയാക്കിയ ആ പ്രതിഭ ഏകാന്തതയിൽ കൂട്ടിരിക്കുന്ന മെലഡികളിലൂടെ നമ്മുടെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടേയിരിക്കും. സംഗീതത്താൽ ആത്മാവിനെ തൊട്ട ആ വലിയ മനുഷ്യന് സ്നേഹത്തോടെയും നന്ദിയോടെയും കണ്ണീരോടെയും മലയാളക്കര ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മടക്കയാത്രയിൽ നിഴൽ പോലെ നിങ്ങളുടെ സംഗീതം എന്നും ഞങ്ങളുടെ കൂടെയുണ്ടാകും.